തമ്പുരാട്ടിമാരില്ലാന്ന് തോന്നുന്നു. എഴുന്നള്ളേണ്ട സമയം ഇതുവരെ കാണുന്നില്ല. എന്റെ പൊന്നു ചെറിയ, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് വല്ല കരുനാക്കും ഉണ്ടോ? ഒരു ദിവസമെങ്കിലും സമാധാനത്തോടിരിക്കാൻ വെച്ചാൽ അതും സമ്മതിക്കൂല. അതാ വരുന്നുണ്ട് മാരണങ്ങള്. എന്താടാ കൊള്ള നോക്കി പഠിക്കുന്നേ, കൊഞ്ഞ കുത്തി പൊട്ടിക്കും. എന്റെ ഒരടിക്കില്ല, നീ നിർത്തിക്കോ. എടാ, ഒരു ദിവസം ഒന്നടി ഉണ്ടാക്കാണ്ടിരുന്നൂടെ? ജിയോണ, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ആ ടീപോപ്പ് ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേര് പിന്നെ വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഡാൻസ് ബാറ്റിനാണ് വിളിച്ചേക്കുന്നത്. നമ്മള് താന്ന് കൊടുക്കുന്ന അനുസരിച്ച് അവളുമാര് തലയിൽ കയറുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളുമാരുടെ സൂക്കേടങ്ങ് തീർത്തു കൊടുത്തേക്കാം. ബടി. ഓ, ഇപ്പോഴെങ്കിലും ആ വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്തല്ലോ. ഞങ്ങളോർത്ത് പേടിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ആ ക്ലാസ്സിനകത്ത് കുത്തിയിരിക്കുന്നു. ഞങ്ങൾ പേടിച്ചിട്ടല്ല, പകരം നിന്നെ ഒന്നും പേടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ വേറൊന്നും മേടിച്ചതാ. എന്തുവാണ് ഇതൊക്കെ? ഈ 2 ഡിപ്പാർട്ട്മെന്റുകളെ കൊണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്ര തലച്ചൂട്. നിന്റെയൊക്കെ കളി തീരാൻ പോവാ. അടുത്ത ആഴ്ച 2 ഡിപ്പാർട്ട്മെന്റിലേക്ക് നല്ല 2 HOD-മാരാണ് ഞാൻ ഇറക്കുന്നത്. അതോടുകൂടി തീരും നിന്റെയൊക്കെ ഈ സൂക്കേട്. നീ ആ ടീപോപ്പിലെ ചെക്കന്മാരെ കണ്ടോ? അറ്റ്ലീസ്റ്റ് അവന്മാർക്ക് എന്ത് സപ്പോർട്ട് അവളുമാർക്ക്. നമ്മുടെ ക്ലാസ്സിൽ ഉണ്ട് 4 പഴമുണ്ണികള്. എന്തിനാണോ എന്തോ. ഇവള് കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ജെർലിനെ, ഇവരോട് വഴക്കുണ്ടാക്കാനല്ല നമ്മളിവിടെ വന്നേക്കുന്നത്. അത് നീ മറക്കരുത്. നമുക്ക് വ്യക്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. ഞാനും അത് തന്നെയാ പറയാവുന്നത്. ഇവരുടെ പുറകെ നടന്നു നമ്മൾ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ആവുന്നു. ജെർലിനെ, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാനത് ഇതുവരെ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. സോ ഞങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാകും. കുക്കിയുടെ കേസിൽ ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിനക്ക് കുക്കി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവൾക്ക് നീ എങ്ങനെയായി തീരും എന്ന് എനിക്ക് ഏകദേശം ഊഹിക്കാം. ഒരു ദിവസം ഞാൻ പോയി നിങ്ങളുടെ എല്ലാം കാര്യം അവളോട് പറഞ്ഞാൽ പോലും അവളത് വിശ്വസിക്കാത്ത ഒരു സമയം വരും. അതിന് ഞാൻ അനുവദിക്കില്ല. നീ ഇപ്പൊ കുക്കിനോട് ചെയ്യുന്നത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമല്ലെങ്കിൽ ദയവേത് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ പുറമേ കാണുന്ന ഒരാളല്ല അവള്. അവളെ നല്ലോണം ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ അവളെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ജെർലിൻ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പൊന്നു ഹോബി, നീ ഇന്ന് ഇച്ചിരി പൊങ്ങിയാലും ഞങ്ങൾ നിന്നെ കുറ്റം പറയത്തില്ല. ആദ്യമായിട്ട് നീ നല്ലൊരു കാര്യം ചെയ്തു. ഇത്ര നാൾ വെയിറ്റ് ചെയ്താലെന്താ? അടിപൊളി ഒരു വീട്. വാവ്, സ്വപ്നം കണ്ട പോലെ ഉണ്ട്. മുകളിലോട്ട് കയറി നോക്കിയാലോ? പിന്നെ മുകളിലത്തെ നിലയിലേക്ക് കയറരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ അവിടെ വേറെ താമസക്കാർ വരും. സോ നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന സ്ഥലം താഴെ മാത്രമാണ്. അത് പ്രത്യേകം ഓർക്കുക. അയ്യേ, അതെന്താ അങ്ങനെ? അത് വേണ്ടായിരുന്നു, നമ്മള് മാത്രം മതിയായിരുന്നു. ഓ, ഇതിപ്പോ ഉള്ള വൈബും മൂടും എല്ലാം പോയി. അയ്യോടി, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. അവരോട് പറ ഈ വീട് ഫുള്ള് നിന്റെ പേരിൽ എഴുതി തരാൻ. അല്ലേ വേണ്ട, അത് ഫ്രീ ആയി പോലെ. നിന്റെ ഒരു മുറച്ചെറുക്കനുണ്ടല്ലോ, ഓരോ തലങ്ങാത്തലൻ. അവന്റെ പേരെന്തോന്ന്, ബാംബാമ അമൃതാഞ്ജനോ അങ്ങനെ എന്താണ്ട്. അവനോട് നീ ഒരു കാര്യം ചെയ്യ്, വീട് അങ്ങ് മേടിക്കാൻ പറ. അപ്പൊ പിന്നെ നിനക്ക് ഈ വീടിന്റെ ഏത് മൂലയ്ക്കും സുഖമായിട്ട് ആരെയും കയറ്റാണ്ട് തന്നെ അങ്ങ് ഉല്ലസിച്ച് നടക്കാം. വേണ്ട, പുതിയ താമസക്കാർ വന്ന് മോളിൽ താമസിച്ചോട്ടെ. എനിക്ക് ഒരു കുഴപ്പമില്ല. ദയവേത് ആ സൈക്കോനെ എന്നെ ഓർമ്മിപ്പിക്കരുത്. എനിക്കൊന്ന് സമാധാനത്തോടെ ജീവിച്ചു പോവാനാ. എന്റെ പൊന്നു ജിങ്ങിനെ ഒന്ന് വിശ്വസിക്കാതെ ഞാനല്ലടി, ഞാൻ ഈ പരിസരത്തേ ഇല്ലായിരുന്നു. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. വന്ന ദിവസം തൊട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് അടിച്ചതാ. ഞാൻ പിന്നെ നിങ്ങൾ പേടിക്കണ്ടല്ലോ എന്നോർത്ത് നിങ്ങളോട് പറയാണ്ടിരുന്നതാ.
അപ്പൊ നിങ്ങൾ എന്തോന്ന് പറഞ്ഞു വരുന്നത്? ഈ വീട്ടിൽ പ്രേതമുണ്ട്, ഞാൻ എന്ത് കണ്ടത് കുക്കീനെ അല്ല പകരം പ്രേതത്തിനാണെന്ന്. എടീ, ജനൽ അടച്ചിട്ടേക്കുവാണെങ്കിലും ഇത് ഇത്രയ്ക്ക് ട്രാൻസ്പെറന്റ് ആണ്. ഇനി അപ്പുറത്ത് നിൽക്കുന്ന കുക്കീനെ ഞാൻ നല്ല വ്യക്തമായിട്ട് കണ്ടതാണ്. ഞാൻ ഇവിടെ ഇരിക്കുവാണ്, ഇവള് ജനലിന്റെ അപ്പുറത്ത് ആ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുവാണ്, ഞാൻ വൃത്തിക്ക് കണ്ടതല്ലേ. എന്റെ പൊന്നു ജിനി, വല്ലപ്പോഴെങ്കിലും ആ തലയൊന്ന് വർക്ക് ചെയ്യുക. ഇനിയിപ്പോ അത് കുക്കി ആണെങ്കിൽ ഈ 2ാം നിലയുടെ മണ്ടയിൽ നീ ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ നിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ജനലിന്റെ അപ്പുറത്ത് അത്ര ഹൈറ്റിൽ നിൽക്കാൻ ഇവക്കെന്താ ചിറകുണ്ടോ? ഇവളെന്താ പറന്നാണോ നിന്നത്? ആ പറഞ്ഞ ശരിയാ, ഞാൻ അരയ്ക്ക് മുകളിലോട്ട് കണ്ടതാ, ആള് നിൽക്കുമായിരുന്നു. അപ്പൊ അത് കുക്കിയല്ലേ, പിന്നെ ആരാ?